ഒഴുകാനുള്ള സാധ്യതയല്ല, ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം മയക്കുമരുന്നുകൾ, അതും മാരക രാസലഹരികളുടെ യാതനവും ഉപയോഗവും ഉണ്ടാകുന്ന ചരിത്രമില്ല. എന്തുകൊണ്ട് ഭരിക്കുന്ന ആളുകൾ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുന്നില്ല? പിടിക്കപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ അവസാന കന്യയെ എത്ര കിലോ കയ്യിൽ പിടിച്ചാലും, ഇപ്പൊ കഞ്ചാവിന്റെ പേരെടുത്താൽ എത്ര കിലോ പിടിച്ചാലും സ്റ്റേഷനിൽ വരുമ്പോൾ അല്ല കോടതി വരുമ്പോൾ 999 ഗ്രാമായി മാറും. കേരളത്തിലെ പോലീസിന്റെ കോടതികളിൽ വന്നിരിക്കുന്ന കേസുകളെല്ലാം നോക്കൂ, കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളെല്ലാം നോക്കൂ, എല്ലാം 999 ഗ്രാമാണ്. അതിനാണെങ്കിൽ ജാമ്യം കിട്ടും, ശിക്ഷ കുറവുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇതൊക്കെ ആരുടെ കാര്യമാണ്? അപ്പൊ അന്യദേശത്ത് നിന്ന്, അന്യ സംസ്ഥാനത്ത് നിന്ന്, അല്ലെ അന്യ രാജ്യത്തു നിന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് അല്ലെ നമ്മുടെ രാജ്യത്തേക്ക് മയക്കുമരുന്നുകളുടെ ഒഴുക്കുണ്ടാകുമ്പോ ഇത് കണ്ടെത്തേണ്ടതും ഇത് തടയേണ്ടതിനും ഉത്തരവാദിത്വം ഭരണകർത്താക്കൾക്കാണ്. അത് നടക്കാതെ ഈ അവസാന കണ്ണിയെ പിടിച്ചുകൊണ്ടു കൊടുക്കുന്ന ഒരു സ്ഥിതി ആണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇപ്പൊ മയക്കുമരുന്നുകളുടെ വ്യാപനം കേരള സംസ്ഥാനത്ത് അതിഭീകരമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ എത്രമാത്രം കൊലപാതകങ്ങള്, അക്രമങ്ങള്, റോഡ് അപകടങ്ങള് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ചരിത്രമുണ്ടോ? ഈ പറയുന്ന ഈ രീതിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്ഥിതി എങ്ങനെയാണ്? അപ്പം പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള അപകടപരമായ നയത്തെ ഒന്ന് ഗൗരവമായിട്ട് എടുത്തുകൊണ്ട്, അപകടകരമായ കാര്യത്തെ ഗൗരവമായി എടുത്തുകൊണ്ട് ഒരു ചങ്കൂറ്റത്തോടെ നടപടി സ്വീകരിക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു പരാജയമാണ്. അപ്പൊ ഉറവിടം അന്വേഷിച്ചാൽ ഒരു പക്ഷേ മറ്റു പലരും ഇതിനകത്ത് കുടുങ്ങും. എന്തുകൊണ്ടാവാം? ഒരു പക്ഷേ ഈ ഉറവിടത്തിന് പുറകെ പോകാത്ത, ഈ ഉറവിടത്തെ തടയിട്ടെ. എന്തിനാ അവസാന കന്യെ പിടിക്കരുതെന്നല്ല, പക്ഷെ അവസാന കന്യെ പിടിച്ചാൽ ഉറവിടം കണ്ടെത്തുന്ന ഒരു ബുദ്ധിമുട്ടില്ലെന്നേ. ഇപ്പൊ മദ്യം ഉപയോഗിക്കുന്നവരാണെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിലും അവര് ആ ഉപയോഗത്തെ തന്നെ അവരുടെ പിന്നാലെ പോയാൽ ഇത് കണ്ടെത്താൻ ഒരു നിമിഷം കൊണ്ട് കണ്ടെത്താനുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷെ അത് ചെയ്യത്തില്ല. ഇവർ പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട്, മദ്യത്തിന്റെ ലഭ്യത കുറവാണ് മയക്കുമരുന്നിന്റെ കുത്തൊഴുക്കിന് കാരണമെന്ന് ഭരണകർത്താക്കളും അബ്കാരികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പ്രചരിപ്പിച്ചു. പക്ഷെ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം മദ്യം ഒഴുക്കിയ ഒരു കാലഘട്ടമില്ല. ശേഷം ഇത്രയധികം മയക്കുമരുന്നുകളുടെ വ്യാപനം ഉണ്ടായ ഒരു കാലഘട്ടമുണ്ടോ? അപ്പം ഇത് പറയുന്നതല്ല, ഇവരുടെ പ്രവൃത്തി വരുന്നതല്ല, പറയുന്നതല്ല നടപടിയിലേക്ക് വരുന്നതെന്ന് ഇതൊക്കെ തെളിയിക്കപ്പെടുക. എത്ര കുടുംബങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്, കുടുംബങ്ങളിൽ എത്രമാത്രം ഡൈവോഴ്സ് ഉണ്ടാവുന്നുണ്ട്, സാമ്പത്തിക തകർച്ച ഉണ്ടാവുന്നുണ്ട്, മാനസിക രോഗം ഉണ്ടാവുന്നുണ്ട്, കൊലപാതകം, അക്രമം ഒക്കെ ഓരോ കുടുംബത്തിലൊക്കെ നമ്മൾ കാണുന്നതാണ്. മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചതിന് ശേഷം, കഞ്ചാവൊക്കെ ഉപയോഗിച്ചതിന് ശേഷം സ്വന്തം അപ്പനെ ഓടിച്ചിട്ട് വെട്ടുന്ന സ്ഥിതിവിശേഷം, സ്വന്തം അമ്മേനെ വിറക് വെട്ടുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്ന, മാരകമായി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ. നമ്മുടെ കേരളത്തിലെ ജയിലുകൾ പരിശോധിക്കുക, കേരളത്തിലെ അനാഥാലയങ്ങൾ നോക്ക്, മാനസിക രോഗാശുപത്രികൾ നോക്ക്. ഇവിടെ എല്ലാം ആളുകൾ പെരുകുന്നുണ്ടെങ്കിൽ, തടവുപുള്ളികൾ പെരുകുന്നുണ്ടെങ്കിൽ, രോഗികൾ പെരുകുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ മൂലകാരണം, അടിസ്ഥാനം എന്ന് പറയുന്നത് മയക്കുമരുന്നുകളാണ്, മാരക രാസലഹരികളാണ്. എന്തുകൊണ്ട് തടയപ്പെടാൻ പറ്റുന്നില്ല? ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? രാഷ്ട്രീയ പാർട്ടികളാണോ? അല്ല മധ്യവർത്തി പ്രസ്ഥാനങ്ങളാണോ? അല്ല മറ്റേതെങ്കിലും സാമൂഹിക സംഘടന? ഇവർക്കൊക്കെ പരിധിയുണ്ട്. ഭരണകർത്താക്കൾ നിശ്ചയമായിട്ടും എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങള് ആണ് ഇതിന്റെ അനധികൃതമായ കടത്തും കാര്യങ്ങളും നിയന്ത്രിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ഏർപ്പെടുത്തിയ സംവിധാനങ്ങള്. കളക്ടറേറ്റുകളിൽ ജനകീയ സമിതികളുണ്ട്. ഒന്നും പ്രവർത്തന സജ്ജമല്ല. പേരിന് ഓണമാകുമ്പോഴത്തേക്കും ഒരു മീറ്റിംഗ് കൂടി. ഇപ്പൊ ഈ ആഴ്ച 25-ന് അങ്ങാണ്ട് ഓരോ സ്ഥലം ജനങ്ങളിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. കളക്ടർ ചേംബറിൽ കളക്ടർ ചെയർമാനായ ജനകീയ സമിതികളുണ്ട്. ഒരു കാര്യമില്ല. ഇത് ഓണത്തിനെന്നല്ല, മറ്റേതെങ്കിലും വിശേഷാവസരങ്ങളിൽ നിന്നല്ല, എപ്പോഴും കേരളത്തില് മൂക്കിലും മൂലയിലും മയക്കുമരുന്നുകൾ, കഞ്ചാവുണ്ട്. എന്തുകൊണ്ട് തടയപ്പെടുന്നില്ല? അത് വലിയൊരു വിഷയമാണ്. സാധാരണ സുബോധമുള്ളവനെ അബോധാവസ്ഥയിലെത്തിക്കുന്ന, അല്ല രോഗാവസ്ഥയിലെത്തിക്കുന്ന, അതിഭീകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സംവിധാനത്തെ തടയേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അതിന് ശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും അതിൽ നിന്നല്ല, മറ്റു വിഷയങ്ങളിലാണ് താല്പര്യം. ഓരോ കാര്യങ്ങള് മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പൊക്കോണ്ടിരിക്കുക. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു, മാധ്യമങ്ങൾ ഇതിനകത്ത് പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് ബോധവൽക്കരണ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്.
അത് നിശ്ചയമായും ഏറ്റവും നല്ല ഒരു ഒരു കാര്യമാണ് മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാടുകൾ. അതുകൊണ്ടാണ് കുറെയെങ്കിലും ഇതിന് നിയന്ത്രണമോ അല്ലെങ്കിൽ അതൊക്കെ വരുന്നത്. അല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഇല്ല. ഇത് സാധാരണ രീതിയിൽ അങ്ങ് അവസാനം എണ്ണയെ പിടിച്ചു പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലെ മയക്കുമരുന്ന് ഉപയോഗത്തില്, മയക്കുമരുന്ന് വ്യാപനത്തില് ഉള്ള 10 ജില്ലകളിൽ ഇവിടെ കേരളമാണ്, കേരളത്തിലെ 7 ജില്ലകളാണ് ഉള്ളത്. 10 ജില്ലകൾ, ഇന്ത്യയിലെ 10 ജില്ലകളിൽ കേരളത്തിലെ 7 ജില്ലകളാണ് പ്രധാനം. അത് കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, കോട്ടയം പോലുള്ള ജില്ലകളാണ് ഇതിനകത്ത് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത്. എന്തുകൊണ്ട് തടയപ്പെടുന്നില്ല? അപ്പം ഈ ഉറവിടത്തെ അന്വേഷിച്ചാൽ മറ്റു പലരും കുടുങ്ങുമെന്നതുകൊണ്ടായിരിക്കാം അതിന്റെ പിന്നാലെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നീങ്ങാതിരിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഓണമൊന്നുമല്ല നോക്കാൻ പോകുന്നത്, ഞങ്ങൾ വിശേഷാവസരങ്ങളൊന്നുമല്ല നോക്കാൻ പോകുന്നത്. സമീപ ഭാവിയിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നിലവിലുള്ള മദ്യത്തിൽ നിന്നും കൂടുതൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രകടന പത്രിക ഇറക്കി ജനങ്ങളെ വഞ്ചിച്ച് അധികാരത്തിലേറിയവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയധികം മദ്യശാലകളും ഇത്രയധികം മദ്യവും ഉണ്ടായ കാലഘട്ടമുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മയക്കുമരുന്നുകളുടെ വർധനവിന് കാരണമെന്ന് ഇവർ പലയിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട്. അബ്കാരികൾ പ്രചരിപ്പിക്കുന്നുണ്ട്, സർക്കാരിന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, സർക്കാരിന്റെ പാർട്ടിക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉപഭോക്താക്കള്, ഇതുമായിട്ട് കണക്ട് ചെയ്ത ആളുകളൊക്കെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ മയക്കുമരുന്ന് വർദ്ധിക്കുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്ന് പറയുന്നത് മയക്കുമരുന്ന് മദ്യത്തിന്റെ ലഭ്യത കൊണ്ടല്ല, മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നവരൊന്നും അല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്, സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, ചെറുപ്പം ഇളം തലമുറക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ നിന്ന് വ്യക്തമല്ലേ, മദ്യം ഉപയോഗിക്കാതിരുന്നവരാണ് മയക്കുമരുന്നിലേക്ക് കടന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ മദ്യത്തിന്റെ ലഭ്യത കുറവുള്ള വിഷയമല്ലല്ലോ. ഇവിടെ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ, കൊറോണ കാലഘട്ടത്തില് കേരളത്തിലെ മുഴുവൻ മദ്യശാലകളും അടച്ചില്ലേ കുറെ കാലത്തേക്ക്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും മരിച്ചുപോയോ? ആരെങ്കിലും ആത്മഹത്യ ചെയ്തോ? നല്ലൊരു നിരോധനം ഏർപ്പെടുത്തില്ല. എല്ലാവരും ജീവൻ കൈ പിടിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷേ ഇതിന്റെ ഉപഭോക്താക്കള് മദ്യം കുടിപ്പിച്ച് സുബോധം, ഇതിനകത്തൊക്കെ കിടന്ന അജണ്ടയുണ്ടെന്നേ. മദ്യം കുടിപ്പിച്ച് പാവപ്പെട്ടനെ, ദരിദ്രനെ എന്നും എക്കാലവും ദരിദ്രനാക്കി കാണണം, വോട്ട് പിടിക്കാൻ കൂടെ വേണം, പ്രചരണം നടത്താൻ, ചിന്താപതി വിളിക്കാൻ ആള് വേണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ ഈ മദ്യ നിരോധനമോ അല്ലെ മയക്കുമരുന്ന് നിരോധനമോ ഒന്നും ഉണ്ടാക്കുക. സുബോധമില്ലാതാക്കുക, മനുഷ്യനെ സുബോധമില്ലാതാക്കി പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക, സുബോധമില്ലാത്തവനാക്കി ഇവർക്ക് വേണ്ടി ചിന്താപാത വിളിപ്പിക്കുക, കൊലപാതകം നടത്തിക്കുക എന്നൊക്കെയാണ്. ഏതൊരു വാഹനാപകടം എടുത്തു, ഏത് അക്രമങ്ങൾ എടുത്തു, ക്രിമിനൽ കേസ്, ഏർപ്പെട്ട ഏത് വിഷയങ്ങളും എടുത്തു, അതിന്റെ എല്ലാം പിന്നിൽ ലഹരി മരുന്നുകളുണ്ട്, ലഹരി ഉണ്ട്. അതുകൊണ്ട് ഇതിനെ തടയേണ്ടത് ഏറ്റവും അനിവാര്യം. മനുഷ്യ ജീവന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, പൗരന്മാർക്ക് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കർക്കശമായി സ്വീകരിക്കേണ്ട നിലപാടാണ് മയക്കുമരുന്നുകളുടെ തടയൽ. മയക്കുമരുന്നുകള് മാരക രാസലഹരികളാണ്. ഇത് കുറച്ച് തുടർച്ചയായി ഉപയോഗിച്ചാൽ മനുഷ്യൻ തീർന്നു പോവുക, മനുഷ്യൻ കൊല്ലപ്പെടുകയാ, അവൻ അപകടകാരികളാകുക, മനുഷ്യ ബോംബായി മാറുകയാ. വാഹനം ഓടിക്കുന്നവൻ ലഹരി ഉപയോഗിച്ചാൽ അവൻ മനുഷ്യ ബോംബായി മാറുകയല്ലേ? വൈകുന്നേര സമയങ്ങളിൽ ഒരു 4 മണി കഴിഞ്ഞ് റോഡിൽ കൂടെ നടക്കുന്നവന് തിരിച്ച് വീട്ടിലെത്താമെന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. ഏത് നിമിഷവും എപ്പം ഉള്ള അപകടം ഉണ്ടാവും. നമുക്കറിയാം, ഒരു വാഹനം കൊണ്ടിടിച്ച് 10, 8, 10, 15 വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയല്ലേ. ഇങ്ങനെ നടക്കുമ്പോ, ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇത്രയും പ്രബുദ്ധരായ, ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾ കഴിയുന്ന കേരളത്തില് മയക്കുമരുന്നുകള് അതിവ്യാപന മയക്കുമരുന്നുകളുടെ വഴിയിലിറങ്ങിയാൽ നമ്മുടെ വന്യമൃഗങ്ങള്, പേപ്പട്ടികള്, മയക്കുമരുന്ന് ഉപയോഗിച്ചവര്, ഇവരെല്ലാം കൂടെ കൂടുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുക. എല്ലാ ആൾക്കും മാനസിക രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് തടയിടണം. അല്ലാത്ത പക്ഷം ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കുടുംബങ്ങളിലെ സമൂഹത്തിലെല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് KCBC മധ്യവർത്തി സമിതി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അത് ഓണാഘോഷമെന്നോ മറ്റാഘോഷങ്ങളെന്നോ ഒന്നും അല്ല കണക്കാക്കുന്നത്. തെരഞ്ഞെടുപ്പ് ആഘോഷം വരുമല്ലോ, നമ്മുടെ ഗ്രാമങ്ങളിലെ ഉത്സവങ്ങളാണല്ലോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത്.
നിലപാടുകൾ സ്വീകരിക്കും KCBC മദ്യവിരുദ്ധ സമിതി. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ കർക്കശമായും നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ലഹരിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാലഘട്ടമാണ്. അല്ലാത്ത പക്ഷം പൊതുസമൂഹം അതിന് കുടുംബങ്ങൾ നശിക്കുന്ന, ഇത് അമ്മമാരുടെ, പെങ്ങന്മാരുടെ, മദ്യപിക്കുന്ന സഹോദരങ്ങളുടെ, അമ്മമാരുടെ, പെങ്ങന്മാരുടെ, സഹോദരിമാരുടെ കണ്ണീരിന്റെ പണമാണ് സർക്കാർ ഊറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരണകർത്താക്കൾ ഊറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ശമ്പളം കൊടുക്കുന്നു, ആരെങ്കിലുമൊക്കെ ശമ്പളം കൊടുക്കുന്നു, അത് നേരെ സർക്കാരിലേക്ക് ചെല്ലുന്ന അവസ്ഥയല്ലേ ഇപ്പോൾ. അന്നേ ദിവസം തന്നെ കിട്ടുന്ന പണിക്കൂലിയുടെ ശമ്പളത്തിന്റെ 3/4 പങ്കും ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിലൂടെ കൊടുക്കുക, തിരിച്ചു വാങ്ങുക അന്ന് തന്നെ. അതുകൊണ്ട് ശക്തമായ നിലപാടുകളുമായിട്ട് KCBC മദ്യവിരുദ്ധ സമിതി മുമ്പോട്ട് നീങ്ങും. ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ച് മയക്കുമരുന്നുകളെയും ഒക്കെ ഇവിടുന്ന് ഒഴിവാക്കേണ്ട ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് KCBC മദ്യവിരുദ്ധ സമിതിയുടെ അഭിപ്രായവും നിലപാടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.